ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ രാവിലെ അരി കുതിർത്ത് വെച്ചിട്ട് രാത്രി ആകുമ്പോൾ അരച്ച് വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ അപ്പൊക്കെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ അരി കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാത്രി നമുക്ക് അരി കുതിർത്തിട്ട് വെച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രാത്രിയാണ്. അപ്പോൾ രാത്രി ഞാനിത് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കുതിർക്കാൻ വെച്ചിട്ടുള്ളതൊന്നുമല്ല, കഴുകി വൃത്തിയാക്കി നേരിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ ചോറാണ്. അരി 2 കപ്പും ചോറ് 1/2 കപ്പ് അളവിലും, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നാളികേരം ചെരുകിയതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ വെള്ളമാണ് കേട്ടോ. അപ്പോൾ തേങ്ങാ വെള്ളം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നാളികേരം ഉടയ്ക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു ചെറിയ തേങ്ങയുടെ വെള്ളമാണ്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അളവിൽ ഉണ്ടാവുള്ളൂ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പളം ഒന്നും നോക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടും കൊടുത്തിട്ടുള്ള അരിയും ചോറൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാവുന്ന വിധത്തിലാണ് നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കണം. അപ്പോൾ രാത്രിയാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്കെടുത്ത് നോക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ലപോലെ പുളിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ ഒക്കെ ഒരു മണം വരും. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളപ്പത്തിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊന്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊന്താനായിട്ട് 1 മണിക്കൂർ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊന്തി കിട്ടും. കാരണം ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ തണുവുള്ള സമയമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തിരി സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളപ്പത്തിൻ്റെ ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാൽ മതി. കാരണം വെള്ളപ്പത്തിൻ്റെ ചട്ടി വല്ലാണ്ട് അങ്ങ് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു കയ്യിൽ മാവ് കോരി വെച്ചിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പമാണ്. അപ്പോൾ നമുക്ക് അരിയൊക്കെ കുതിർക്കാനായിട്ട് മറന്നു പോകുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അപ്പം തന്നെയാണ്. ഞങ്ങൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളപ്പം അതുപോലെ തന്നെ പാലപ്പം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അത് വെള്ളപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.